മുംബൈ മലയാളികളുടെ കൂട്ടായ്മയിൽ ഒരുങ്ങിയ പുതിയ സിനിമ വേലോത്സവം പ്രേക്ഷക ശ്രദ്ധ നേടുന്നു. മുംബൈയിൽ നടന്ന പ്രിവ്യൂ ഷോയിലൂടെ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ ഏറെ പ്രതീക്ഷയുണർത്തുന്നതാണ്. ഫേസ് ഗുരു ഫിലിം അക്കാദമിയുടെ ബാനറിൽ ഒരുക്കിയ വേലോത്സവം സിനിമയുടെ ആദ്യ പ്രിവ്യൂ ഷോ ഡോംബിവിലി ഈസ്റ്റിലെ മധുബൻ ടാക്യൂസിൽ നടന്നു. പ്രശസ്ത സംവിധായകൻ പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രധാന വേഷത്തിലും ചന്ദ്രകുമാർ പ്രത്യക്ഷപ്പെടുന്നുവെന്നത് സിനിമയുടെ പ്രത്യേകതയാണ്. മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിക്കുന്ന ഗ്രാമീണരുടെ ജീവിതമാണ് ചിത്രം. വരും തലമുറയെ കാത്തിരിക്കുന്ന വലിയ സാമൂഹ്യ പരിസ്ഥിതി വെല്ലുവിളികളെക്കുറിച്ചുള്ള മുന്നറിയിപ്പും ചിത്രത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് സംവിധായകൻ വ്യക്തമാക്കി. കൃഷി നമ്മുടെ നാട്ടിൽ ആർക്കും ആവശ്യമില്ലാതായിരിക്കുകയാണ്. ഭാവിയിൽ നമ്മുടെ നാട്ടിലെ കൃഷി എന്താവും എന്ന് വെച്ചാൽ കുറേ കോൺക്രീറ്റ് ജംഗിളായി മാറും, കുറേ ടൂറിസം സ്പോട്ടുകൾ ഉണ്ടാവും, കുറേ റിസോർട്ട്സ് ഉണ്ടാവും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലെ അരിയും നമുക്ക് ഭക്ഷിക്കാനുള്ള എല്ലാ ആഹാര സാധനങ്ങളും കുറേയൊന്നും നാട്ടിൽ നിന്ന് വരേണ്ടി വരും. അപ്പോൾ ആ ഗതികേട്ടിലേക്ക് എത്താതിരിക്കണം. അപ്പോൾ ആ ഒരു മെസ്സേജാണ് ഞാനിതിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഗ്രാമജീവിതത്തിന്റെ നിഷ്കളങ്കതയും മനുഷ്യരുടെ ബന്ധങ്ങളും അവതരിപ്പിക്കുന്ന ചിത്രമാണിത്. അതിനൊപ്പം വലിയൊരു സന്ദേശവും സിനിമ നൽകുന്നു. മുംബൈ മലയാളികളായ കൃഷ്ണനുണ്ണി മേനോൻ, അഡ്വക്കേറ്റ് രാജ്കുമാർ, ഷജിൻ കൽപ്പക, രാജൻ നമ്പ്യാർ, അനിത, അനില, സതി, ഗോപാലകൃഷ്ണൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ക്യാമറ മുന്നിൽ ആദ്യമായിട്ട് വരുന്നു. പാലക്കാടൻ ഭാഷ സാറെ പഠിപ്പിച്ചു തന്നെ. കണ്ണൂർ ഭാഷ മാത്രം അറിയാതെ ഞാൻ പാലക്കാടൻ ഭാഷയും പറയാൻ തുടങ്ങി. ആദ്യ സിനിമയിൽ അഭിനയിച്ച അനുഭവം അഭിനേതാക്കൾ പങ്കുവച്ചു. എല്ലാ പരിമിതികളും വെച്ചിട്ട് ഞങ്ങൾ ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ അതിന് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. നാട്ടിൻ്റെ ഭംഗികളെല്ലാം സാറിലൂടെ ലോക മലയാളികൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ അഭിമാനമായി കാണുന്നു. നിരവധി ഹിറ്റ് ചിത്രങ്ങൾ മലയാളത്തിന് നൽകിയ സംവിധായകന്റെ കീഴിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഇവരെല്ലാം. മുംബൈയിൽ നിന്ന് 8 മലയാളികളാണ് ഈ സിനിമയിലുള്ളത്. അതിൽ ഡോംബിവിലിയിൽ നിന്ന് 4 പേര്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന് പറ്റിയ ഒരു നല്ലൊരു സബ്ജക്റ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കോവിഡ് കാലത്ത് ഓൺലൈൻ കൂട്ടായ്മയിലൂടെ ഒന്നിച്ച മുംബൈയിലെയും കേരളത്തിലെയും പുതുമുഖങ്ങളാണ് ഈ സിനിമയുടെ പിന്നിൽ. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത് മുരളീകൃഷ്ണയും സംഗീത സംവിധാനം നിർവഹിച്ചത് പരംജ്യോതിയുമാണ്. മലയാളത്തിലും തമിഴിലുമായി ഒരുങ്ങിയ ചിത്രം തമിഴിൽ പുത്തൻ പുതുനേരം എന്ന പേരിലും മലയാളത്തിൽ വേലോത്സവം എന്ന പേരിലുമാണ് റിലീസിനെത്തുന്നത്. വേലോത്സവത്തിന്റെ തമിഴ് വെർഷനുണ്ട്, പുത്തൻ പുതുനേരം. തമിഴ്നാട്ടിലൊക്കെ കൂടുതലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിലെ പാട്ടുകളൊക്കെ. പ്രിവ്യൂ ഷോയിൽ പങ്കെടുത്ത പ്രേക്ഷകർ സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് നൽകിയത്. കുട്ടികൾക്ക് ഒരു പ്ലാറ്റ്ഫോമായി മുമ്പോട്ട് വളരാനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോം ആക്കി കൊടുത്തു. നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള ടീം എല്ലാം അഭിനയിച്ച് നല്ലൊരു പടമായിട്ട് തോന്നുന്നു. നന്നായിണ്ട്, നല്ല കഥയാ, സൂപ്പർ അടിപൊളിയായിരുന്നു. മുംബൈ മലയാളികളുടെ കൂട്ടായ്മയിൽ പിറന്ന വേലോത്സവം പുതുമുഖങ്ങൾക്ക് വേദിയൊരുക്കുന്ന ശ്രദ്ധേയമായ ഒരു ചലച്ചിത്ര സംരംഭമായി മാറുകയാണ്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കാണാം കൂടുതൽ വാർത്തകളും വിശേഷം. ഒരു പേര് കിട്ടി എനിക്ക്. അതോടുകൂടി ശിവസേനയുടെ കണ്ണിലുണ്ണി ഓഫീസറായി മാറി എന്നുള്ളതാണ് എൻ്റെ വിജയം.